അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇവര് ചെറുപുഞ്ചിരിയോടെ ഈ ടച്ചിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഈ കുട്ടിക്കൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാമായിരുന്നു. അവിടെ ഇത്തിരിയും സ്ഥലമുണ്ട്, ഇത്തിരിയെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് ആ ഒരു ചെറിയൊരു ഒന്ന് തിരിഞ്ഞെങ്കിലും നിന്നാ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടണതില്? മനസ്സുഖാണോ? എന്താ കിട്ടണം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് കിട്ടില്ലേ? ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് തിരിയാൻ സ്ഥലം ഉണ്ടായിട്ടും അല്ലെങ്കിൽ തിരിയാ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും അത് അവിടെ തന്നെ അത് തട്ടിക്കൊണ്ട് നിൽക്കുക. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി. വൈറലാവാൻ എന്ത് വഴിയും നോക്കുക എന്ന് പറയുന്നത് ഒരുമാതിരി വൃത്തികെട്ടൊരു പരിപാടിയാണ്. ആൾക്കാർക്ക് വ്യൂസ് കിട്ടണം. എനിക്ക് വണ്ണിലും കിട്ടേ എങ്ങനെയും വൈറലായാൽ മതി എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറഞ്ഞ് തിരുത്താൻ പറ്റും? ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഒടിക്കും. അഹങ്കാരി. സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റും ഇവരെ അല്ലേ? അത് ബാക്കിയുള്ള എല്ലാവർക്കും അപമാനമല്ലേ ഇവളെയൊക്കെ സ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പെൺപിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിനകത്ത് ഇവൾ ഇങ്ങനെ നിന്നെടുത്തുനിന്ന് ഇങ്ങനെ തിരിഞ്ഞ്, അതായത് ബ്രസ്റ്റിന്റെ ഒരു സൈഡിലേക്ക് ആ വ്യക്തിയുടെ കൈ പതിയുന്നത് പോലെ. ഞാൻ കൈ ഇങ്ങനെ അതെല്ലേ? അപ്പൊ എന്റെ ജീവിതം പോണേന് കുഴപ്പമില്ല. മാക്സിമം ആ കൈ ഒന്ന് പതിയുന്നത് പോലെ നിന്ന് കൊടുക്കുകയും ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കഷ്ടം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഇത് കരുതി കൂട്ടി മനഃപൂർവ്വം ഒന്ന് വൈറലായേക്കാം. അത് തന്നെയാണ് ഉദ്ദേശം. ഇപ്പൊ വൈറലാവണമെങ്കിൽ ബസ്സിൽ കയറിയാൽ മതി എന്നാ കേട്ടത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നേരം പായും കണ്ണീരും മായും ഈ കാലം